ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. മക്കളെ, ഓൾറെഡി നമ്മളൊരു ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ 2024 മോഡൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ കീ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കീ ആണ് മക്കളെ. സോ നന്നായിട്ട് കാണുക. അതിനകത്ത് ഓരോ കൺസെപ്റ്റും പറഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ കൺസെപ്റ്റും പറയുന്നുണ്ട്. സോ ഇത് ഹെൽപ്ഫുൾ ആകും നിങ്ങൾക്ക്. ഫുൾ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ആ കാര്യം മനസ്സിലാവും. നീ പഠിച്ചില്ലെങ്കിലും കൺസെപ്റ്റ് എല്ലാം ഞാൻ ഇതിലൂടെ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ് കണ്ട ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതുമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. സോ ഡീറ്റെയിൽഡ് ആണ്, ഫുൾ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, മക്കൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കേട്ടോ. ഓക്കെ, സോ 9 തൊട്ട് 16 വരെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 4 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻ കാണും. അതിനകത്ത് ഇഷ്ടമുള്ള 6 എഴുതിയാൽ മതി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ റിലേഷൻ. ഈ തന്നിരിക്കുന്ന റിലേഷൻ എ എന്ന് പറയുന്ന സെറ്റിലാണ് റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇക്വലൻസ് റിലേഷൻ ആണെന്ന് തെളിയിക്കുക. എന്താണ് ഇക്വലൻസ് റിലേഷൻ? ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാലുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടതാണ്. ഇക്വലൻസ് എന്ന് പറയുമ്പോൾ റിഫ്ലക്സീവ് ആകണം. ഇരട്ടകളുടെ ഒരു പെയർ കാണണം. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് റിഫ്ലക്സീവ്. എ ബി ഉണ്ടെങ്കിൽ ബി എ കാണണം. ഇതാണ് സിമെട്രിക്. പിന്നെ ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ ബി എലമെന്റ് ഓഫ് ആർ, ബി സി എലമെന്റ് ഓഫ് ആർ, എ ബിയും ബി സി ഉണ്ടെങ്കിൽ എ സി കാണണം. ഇതാണ് ട്രാൻസിറ്റീവ്. സോ ഇത് 3 സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇക്വലൻസ് റിലേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണോ തെളിയിക്കാനാണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 1 3 ഇപ്പോൾ 1 2 3 അല്ലേ? സോ മക്കളെ ഇത് ശ്രദ്ധിച്ചോണേ, ഞാൻ പറയുന്നത് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ വേണ്ടിയാണ്. 1 2 3 എന്ന് പറയുന്ന സെറ്റിനകത്താണ് റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. മക്കൾ ഉറപ്പായിട്ടും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇരട്ടകളുടെ പേര് കാണണം. ഇരട്ടകളുടെ പേരെന്ന് പറഞ്ഞാൽ 1 1 കാണണം, നിർബന്ധമായിട്ടും കാണണം. 2 2 കാണണം, ഉറപ്പായിട്ടും 3യുടെ ഇരട്ടയും കാണണം. ട്വിൻ പെയർ എന്ന് പറയും. അതുണ്ടെങ്കിലേ റിഫ്ലക്സീവ് ആകത്തുള്ളൂ. സോ നമുക്ക് നോക്കാം റിഫ്ലക്സീവ് ആണോ എന്ന്. ഇതിൻ്റെ ഇരട്ടകളുടെ പേരിനകത്തുണ്ടോ നോക്കിയേ. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. യെസ്, കൊള്ളാം, റിഫ്ലക്സീവ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ട എങ്ങനെയാണ്? ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ എ പാർട്ടല്ലേ, ഫസ്റ്റ് പാർട്ട്. 1 1 2 2 3 3 എലമെന്റ് ഓഫ് ആർ. ഇത് റിലേഷനകത്തുണ്ട്. അതുകൊണ്ട് therefore ആർ ഈസ് റിഫ്ലക്സീവ്. അതുകൊണ്ട് ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണ്. കിട്ടി. നെക്സ്റ്റ്, എ ബി ഉണ്ടെങ്കിൽ ബി എ കാണണം. തിരിച്ച് എ ബി ഉണ്ടെങ്കിൽ ബി എ അതിൻ്റെ അകത്ത് കാണണം. അതുണ്ടെങ്കിൽ അത് സിമെട്രിക് ആണ്. നോക്കിയേ, 1 3 ഉണ്ട്, തിരിച്ച് 3 1 ഉണ്ടോ? യെസ്, ഉണ്ടല്ലോ. പിന്നെ ഇവന്മാരെ നോക്കണ്ട, അവന്മാർ തന്നെയാണല്ലോ. 1 1 1 1 2 2 2 2 3 3 3 3. അപ്പോൾ ഇവന്മാർ രണ്ടുപേരെ നോക്കിയത് 1 3 ഉണ്ടോ? ഉണ്ടെങ്കിൽ 3 1 കാണണം. രണ്ടുപേരും ഉണ്ട്, നോ പ്രോബ്ലം. സോ എഴുതാം 1 3 എലമെന്റ് ഓഫ് ആർ ആൻഡ് 3 1 എലമെന്റ് ഓഫ് ആർ. ഇത് രണ്ടുപേരും ഉള്ളതുകൊണ്ട് നമുക്ക് പറയാം ആർ ഈസ് സിമെട്രിക്. സോ അത് സിമെട്രിക് ആണെന്ന് സിമ്പിളായിട്ട് കിട്ടി. നെക്സ്റ്റ്, ട്രാൻസിറ്റീവ് ആണെന്ന് നോക്കാം. എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി കാണണം. 1 3 ഉണ്ടോ? ഓക്കെ. 3 വെച്ച് തുടങ്ങണ വേറെ വല്ലതും ഉണ്ടോ? യെസ്, 3 1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആര് കാണണം? 1 1 കാണണം. ഉറപ്പായിട്ടും 1 3യും 3 1 ഉണ്ടെങ്കിൽ 1 1 കാണണം. 1 1 ഉണ്ടോ? ഉണ്ട്. തിരിച്ച് 3 1ഉം 1 3 ഉണ്ടെങ്കിൽ ആര് കാണണം? 3 1ഉം 1 3 ഉണ്ടെങ്കിൽ 3 3 കാണണം. അതുകൊണ്ട് ഒരെണ്ണം ഉണ്ടെങ്കിൽ തിരിച്ചും കാണും കേട്ടോ. 1 3യും 3 1ഉം ഉണ്ട്. സോ 1 1 ഉണ്ട്, നമുക്ക് എഴുതി വയ്ക്കാം. 1 3 എലമെന്റ് ഓഫ് ആർ ആൻഡ് 1 3 ഉണ്ട്, 3 1 ഉണ്ട്. ഓൾസോ ആരും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇവന്മാർ തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ഓൾസോ 1 1 എലമെന്റ് ഓഫ് ആർ. എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി കാണണം. ക്ലിയർ ആയടാ മക്കളെ? അതാണ് കൺസെപ്റ്റ്. സോ therefore ആർ ഈസ് ട്രാൻസിറ്റീവ്. ഇതെടുത്ത് എഴുതണമെന്നില്ല പ്രത്യേകം. 3 1 ഉണ്ട്, 1 3 ഉണ്ട്. സോ 3 3 ഉണ്ടെന്ന് പ്രത്യേകം എടുത്തെഴുതണമെന്നില്ല. ഇതുണ്ടെങ്കിൽ തിരിച്ചും കാണുമെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. സോ അതും കിട്ടി.
ഓക്കെ അല്ലേ മക്കളെ? സോ ഫസ്റ്റത്തെ കഴിഞ്ഞു. സെക്കൻഡ് ചോദിക്കാം മക്കളെ, ഫൈൻഡ് ദ ഇക്വലൻസ് ക്ലാസ്സസ്. ഇക്വലൻസ് ക്ലാസ് ചില സ്കൂളിൽ അത് പഠിപ്പിച്ച് കാണത്തില്ലായിരിക്കും, കാരണം ടെക്സ്റ്റ് ബുക്കിൽ അത് ഡിലീറ്റഡ് ആയിട്ട് ഒരു പോർഷനാണ്, കാരണം അത് പറഞ്ഞിട്ടില്ല, പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ചോദിക്കാം. ഇക്വലൻസ് ക്ലാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വേറൊന്നുമില്ല, സിമ്പിൾ പരിപാടി. ഇക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ മക്കളെ, അതെ ഇവിടെയുള്ള ഓരോന്നിൻ്റെയും ഇക്വലൻസ് ക്ലാസ് കണ്ടുപിടിക്കണം. 1ൻ്റെ 2ൻ്റെ 3ൻ്റെ ആ ഓരോ എലമെൻറ്റിൻ്റെ ഇക്വലൻസ് ക്ലാസ് കണ്ടുപിടിക്കണം. അതാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര മാർക്കാണ്? 1 മാർക്ക്. സോ ഇക്വലൻസ് ക്ലാസ്സിനെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ബ്രാക്കറ്റ് വെച്ചാൽ കേട്ടോ. ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 കണ്ടുപിടിക്കണം, ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 കണ്ടുപിടിക്കണം, ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 കണ്ടുപിടിക്കണം. അതിൽ ഓരോ എലമെൻറ്റ്സിൻ്റെയും ക്ലാസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഈ ഓരോ എലമെൻറ്റിൻ്റെയും ഇക്വലൻസ് ക്ലാസ് കണ്ടുപിടിക്കണം. സോ 1ൻ്റെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ മക്കളെ 1ഉമായിട്ട് റിലേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഇമേജസ് എഴുതിയാൽ മതി. ഏതൊക്കെയാണ് 1ൻ്റെ ഇമേജസ്? 1 ഇതല്ലേ, ഇതല്ലേ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പെയറിൻ്റെ കൂടെയുള്ള 1ൻ്റെ പേഴ്സ്. 1ൻ്റെ പേഴ്സ് ആരൊക്കെയാണ്? 3 ഉണ്ട്, 1 ഉണ്ട്. സോ 3 1 സെറ്റിനകത്ത് എഴുതുക 3, 1. അടുത്ത 2ൻ്റെ പേഴ്സ്. 2ൻ്റെ പെയർ 2 മാത്രമേ ഉള്ളൂ, പാവം, അവനൊരു പെയറേ ഉള്ളൂ. അടുത്ത 3യുടെ പെയർ. 3യുടെ പെയർ എന്ന് പറയുമ്പോൾ 3 വെച്ച് തുടങ്ങുന്നത് ഇത് രണ്ടും കൊണ്ട് 3യുടെ പെയർ ആരൊക്കെയാണ്? 3ഉം 1ഉം. സോ 3ഉം 1ഉം. 1ൻ്റെത് 3ഉം 1ഉം, 3യുടേതും 3ഉം 1ഉം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ, അത്രേ ഉള്ളൂ. ഇതാണ് ഇക്വലൻറ്റ് ക്ലാസ്. ഓക്കെ, നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഈഫ് തന്നിരിക്കുന്ന മെട്രിക്സ് ആണ്. സോ ഇതിൻ്റെ അകത്ത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ്. സോ മക്കൾ ഈ മെട്രിക്സ് അതേപോലെ എടുത്തെഴുതിക്കേ. എക്സ് ഫസ്റ്റത്തെ ആൻസർ ശ്രദ്ധിച്ചങ്ങ് എടുത്തെഴുതുക. മക്കൾ ഇതെല്ലാവരും നോട്ട് ബുക്കിൽ ഏതെങ്കിലും ഒരു ബുക്കോ പേപ്പറോ എടുത്ത് കൂടെ ഇരുന്ന് ചെയ്ത് നോക്കടാ. ഈ മാത്സിൻ്റെ ക്ലാസ് കണ്ടുപോയിട്ട് കാര്യമില്ല കേട്ടോ. ചെയ്ത് നോക്കുക, എല്ലാവരും ചെയ്യും. ഒന്നെങ്കിൽ വീഡിയോ പോസ് ആക്കിയിട്ട് ചെയ്യുക, എന്നിട്ട് ഞാൻ ചെയ്ത അതേ മെത്തേഡ് ആണോ നോക്കുക, വെരിഫൈ ചെയ്യുക. ഇതൊക്കെയാണ് നമുക്കിപ്പം ചെയ്യാനുള്ളത്. അല്ല ചുമ്മാ ക്ലാസ് കാണുക, ചുമ്മാ ഇങ്ങനെ ഇരിക്കുക, അതിലൊന്നും കാര്യമില്ല. ക്ലാസ് കണ്ട് എൻ്റെ കൂടെ എഴുതി പോയി. ഇനി അതിനുള്ള സമയമാണ് കേട്ടോ. ഞാൻ ഈ 2 മെട്രിക്സ് അതേപോലെ എഴുതി. ഇത് ഇവിടെ ഒരു 2 ഉണ്ട്. സോ 2 ഞാൻ അകത്തേക്ക് ഇൻഡ്യൂ ചെയ്യുന്നു എല്ലാത്തിനും. അപ്പോൾ ഇതെന്ത് വരും? 2 × 1 2, 2 × 0 2, 2 × y 2y, 2 × 3 6. ഓക്കെ, ഇനി മെട്രിക്സിൻ്റെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. മക്കളതേ എക്സിൻ്റെ ടേംസ് ഇതെല്ലാം ഇങ്ങനെ ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ കിടക്കുന്നത് നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ മതി. എക്സ് 1 2 അതിനകത്ത് എക്സ് കിട്ടും. എന്താണ് എക്സ്? പിന്നെ അത് ഇവിടെ ഒരു മൈനസ് പിന്നെ 1 അതേ പൊസിഷനിൽ കിടക്കുന്ന വിധം ഇക്വേറ്റ് ചെയ്യാം. സിക്കൽ ടു അപ്പോൾ എക്സ് എന്ത് കിട്ടും? ഈ -1 അപ്പുറത്ത് പോകുമ്പോൾ 2 + 1 എക്സ് സിക്കൽ ടു 3 എന്ന് കിട്ടും. എക്സ് സിക്കൽ ടു 3. സിമ്പിളായിട്ട് കിട്ടില്ലേ മക്കളെ? യെസ്, സിമ്പിളായിട്ട് കിട്ടി. അടുത്തത് വൈ കണ്ടുപിടിക്കണം. വൈയുടെ അതേ പൊസിഷനിലുള്ള ആൾക്കാരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. ഇത് ഇവൻ വൈ ഇവിടെയാണ്. സോ അതേ പൊസിഷൻ ഇവിടെയുണ്ട്, അതേ പൊസിഷൻ ഇവിടെയുണ്ട്. അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ വൈ കിട്ടും -2 പിന്നെ -2 സിക്കൽ ടു 2y -2 -2 സിക്കൽ ടു 2y. ഈ 2 ഇപ്പുറത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -4/2 എന്ന് പറയുമ്പോൾ y കിട്ടും. -4ൻ്റെ പകുതി എത്രയാടാ? സോ ഇത് എത്ര കിട്ടും? y സിക്കൽ ടു -4ൻ്റെ പകുതി -2. സോ x 3ഉം y -2ഉം കിട്ടും നമ്മുടെ ആൻസർ. x 3ഉം y -2ഉം കിട്ടും ആൻസർ. ഓക്കെ അല്ലേ? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്ക്. അടുത്തത് എയും ബിയും തന്നിട്ടുണ്ട്. എ ബി കണ്ടുപിടിക്കുക. എളുപ്പമുള്ള മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, നല്ല കിടിലൻ ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഇത്തവണ ചോദിച്ചു കഴിഞ്ഞാൽ പൊളിക്കുക അല്ലേ? സോ എയും ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ എ ബി കണ്ടുപിടിക്കണേ മക്കളെ, അത് അടുപ്പിച്ച് എഴുതുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി. എ എന്ന് പറയുന്നത് 5 - 2 3 ഇൻറ്റു ബി. ബി എന്ന് പറയുമ്പോൾ 2 - 1 -3. ഓക്കെ, 2 - 1 -3. മക്കൾ ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എത്ര ഓർഡറിലാണ് കിട്ടുന്നതെന്ന് തിരിച്ചറിയാനൊരു വഴിയുണ്ട്. അറിയാമായിരിക്കും, എങ്കിലും ഞാൻ പറയുകയാണ്. ഇതിൻ്റെ ഓർഡർ എത്രയാടാ? ഇതിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ഒരു കോളം ഉണ്ട്, 3 റോയും ഉണ്ട്. സോ ആദ്യം റോയുടെ എണ്ണാണ് എഴുതേണ്ടത്. 1 2 3 റോയുണ്ട്. ഞാൻ ഇവിടെ എഴുതാം. 3 റോയും ഒരു കോളവും ഉണ്ട് ഇതിന് അല്ലേ? ഇതിനോ ഒറ്റ കോളവും ഒറ്റ റോയും 3 കോളം ഉണ്ട്. ഒറ്റ റോ, ഒരു റോയേ ഉള്ളൂ, 3 കോളം ഉണ്ട്. 1 2 3. സോ ഒരു റോ 3 കോളം.
സോ ഇത് തമ്മിൽ ഇൻഡ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇവിടുത്തെ ആദ്യത്തെ നമ്പരും ഇവിടുത്തെ രണ്ടാമത്തെ നമ്പരും തമ്മിൽ ചേരുന്ന ആ മെട്രിക്സ് ആയിരിക്കും. 3/3 മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം, ഈ 3/1ഉം 1/3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണെന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ പറയണം ഇതിൻ്റെ ഫസ്റ്റത്തും ഇതിൻ്റെ രണ്ടാമത്തും, അതാണ് ട്രിക്ക്. 3/3 മെട്രിക്സ് ആയിരിക്കും കേട്ടോ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ട്രിക്കാണ് കേട്ടോ മക്കളെ. അപ്പോൾ നമുക്ക് 3/3 മെട്രിക്സ് കിട്ടണം. ശ്രദ്ധിച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്തോ മക്കളെ. ഇവിടുത്തെ ഫസ്റ്റ് റോ വെച്ച് ഓരോ കോളത്തിനും ഇൻഡ്യൂ ചെയ്യാം. ആദ്യം 5 × 2 10, 5 × -1 -5, 5 × -3 -15, -2 × 2 -4, -2 × -1 2, -2 × -3 6, 3 × 2 6, 3 × -1 -3 -3 -3 -9. ഇതാണ് AB. 3/3 മെട്രിക്സ് കിട്ടിയുണ്ടല്ലോ. ഇതാണ് ആൻസർ. ഓക്കെ, കറക്റ്റ് ആണല്ലോ എന്ന് ചെക്ക് ചെയ്യുവാണേ. യെസ്, കറക്റ്റ്. കണ്ട മക്കളെ, ഇങ്ങനെ ഡയറക്റ്റ് ഇൻഡ്യൂ ചെയ്താൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ 10ാമത്തെ കഴിഞ്ഞു. 11ാമത്തെ ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്നായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എളുപ്പം എന്ന് പറഞ്ഞാൽ ചുമ്മാ പറയണല്ലോ കേട്ടോ. എളുപ്പം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് തന്നിരിക്കും. ദ വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് ക്യൂബിൻ്റെ വോളിയം. സോ ക്യൂബ് എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ ഒരു ഫിഗറാണ്. അറിയാമല്ലോ അല്ലേ ക്യൂബ്. സോ ഈ ഒരു ഫിഗർ ഇങ്ങനെ മനസ്സിലേക്ക് വരണം. ഇതാണ് ക്യൂബ് നമ്മുടെ. ആഹാ, നല്ല വൃത്തിയുള്ളൊരു ക്യൂബ്. മക്കളെ, ക്യൂബിൻ്റെ ദ വോളിയം ഓഫ് എ ക്യൂബ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താടാ? ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ വോളിയം ഇസ് ഈക്വൽ ടു എ ക്യൂബ്. പഠിക്കണം, കൊച്ചു ക്ലാസ്സിൽ പഠിക്കണതാണ്. 8ലും 9ലും CBSE കുട്ടികൾ സ്ഥിരം പഠിക്കുന്ന സംഭവമാണ്. സ്റ്റേറ്റ് കുട്ടികളും 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ 10ൽ സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അവർക്ക് പഠിക്കാനുള്ളതാണ്, പഠിച്ചിട്ടുണ്ടാവും. വോളിയം ഇസ് ഈക്വൽ ടു എ ക്യൂബ്. സോ ക്യൂബിൻ്റെ വോളിയം എ ക്യൂബ് ആണ്, മനസ്സിലായി. അപ്പോൾ വോളിയം ഓഫ് ദി ക്യൂബ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 24 cm³ per second. ഈ സാധനം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവരെന്താ തന്നിരിക്കുന്നതെന്ന്. വോളിയത്തിൻ്റെ ഇൻക്രീസിങ് ആണ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ cm³ എന്ന് പറഞ്ഞാൽ വോളിയത്തിൻ്റെ dV ബൈ വോളിയത്തിൻ്റെ ചേഞ്ച് ആണ് തന്നിരിക്കുന്നത്. dV ബൈ പെർ സെക്കൻഡ് അല്ലേ, അപ്പോൾ dV ബൈ dt ആണ് അവർ തന്നിരിക്കുന്നത്. കണ്ട, ഇതിൻ്റെ യൂണിറ്റ് നോക്കി തന്നെ നമുക്ക് എഴുതാൻ പറ്റും തന്നിരിക്കുന്നത് എന്താണെന്ന്. ഇത് വോളിയത്തിൻ്റെ, ഇത് ടൈമിൻ്റെ. സോ dV ബൈ dt അത് എത്രയാടാ? 24 cm³ per second ആണ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ വോളിയം ഇതാണ് നമുക്കറിയാലോ. രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുത്തേ, dV ബൈ dt എടുത്തേ. രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു ടൈം dV ബൈ dt ഈസ് ഈക്വൽ ടു എ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ്. എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്നൊരു കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ എടുക്കാറുള്ളത് പൊതുവേ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് x ക്യൂബ് എന്ന് എടുത്തോ കേട്ടോ. എ ക്യൂബ് എന്ന് എടുത്തുകൊണ്ട് തെറ്റൊന്നുമില്ല. സോ എ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3a² ഇൻറ്റു dA ബൈ dt. ഈ സാധനം ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. എത്രയാണ്? 24. അതവിടെ ഇട്ട് കൊടുക്ക്. 24 ഈസ് ഈക്വൽ ടു 3a² ഇൻറ്റു dA ബൈ dt. 3a² ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡർ ബൈ ആത്തില്ലേ, അപ്പോൾ എന്ത് വരും? 24 ബൈ 3a² ഈക്വൽ ടു dA ബൈ dt. 3ഉം 24 കട്ട് ചെയ്ത് 8 ആകും. അപ്പോൾ dA ബൈ dt എത്ര കിട്ടിയടാ? dA ബൈ dt എന്ന് പറയുന്നത് 8a² എന്ന് കിട്ടി. അതവിടെ കിടക്കട്ടെ, ഫസ്റ്റ് ഇക്വേഷൻ കിടക്കട്ടെ. dA ബൈ dt നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അത്രയും കിട്ടി. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ് വെൻ ദ ലെങ്ത് ഓഫ് ആൻ എഡ്ജ് ഈസ് 6 cm. സർഫസ് ഏരിയയുടെ ഇൻക്രീസിങ്. അപ്പം സർഫസ് ഏരിയയുടെ ഇക്വേഷൻ അറിയണം. എന്താണ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ? ടോട്ടൽ സർഫസ് ഏരിയ 6a². അറിയാമേത്തൊരു നോട്ട് ചെയ്തു. ക്യൂബിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 6a², വോളിയം എ ക്യൂബ്. കാരണം 6 ഫേസ് ഇല്ലടാ മക്കളെ, ഒരു ഫേസ് a², സ്ക്വയർ ആണല്ലോ. അങ്ങനെ 6 എണ്ണം ഉണ്ട്. സോ 6a², സിമ്പിൾ പരിപാടി. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് രണ്ട് സൈഡ് എടുക്കാം. ds ബൈ dt. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏരിയക്ക് എന്ന് ഇടാം കേട്ടോ. ഞാനിവിടെ സർഫസ് ഏരിയയുടെ s എന്നിട്ടെന്നേ ഉള്ളൂ. 6 ഇൻറ്റു a²ൻ്റെ ഡെറിവേറ്റീവ് 2a ഇൻറ്റു എയുടെ ഡെറിവേറ്റീവ് dA ബൈ dt. സോ 6 ഇൻറ്റു 2a ഇൻറ്റു dA ബൈ dt കണ്ടല്ലോ. ഇതാണ് ഞാൻ പറയുന്നത് ആവശ്യം വരും. എത്രയാണ്? 8 ബൈ a². 8 ബൈ a². ഇവിടുത്തെ ഒരു എയും ഇവിടുത്തെ ഒരു എയും കട്ട് ചെയ്ത് കളയാം. സോ നമുക്ക് ds ബൈ dt എത്ര കിട്ടി?
6 × 2 8 × 6 48 × 2 96. 96/a² എന്ന് കിട്ടി. ഇനി എന്താ a² അല്ലല്ലോ, a അല്ലേ ഉള്ളൂ, വെട്ടിപ്പോയില്ലേ, a കിട്ടി. ഇനി എന്താ ക്വസ്റ്റ്യൻ? വെൻ എഡ്ജ് 6 ആകുമ്പോഴുള്ള സർഫസ് ഏരിയയുടെ ചേഞ്ച്. സോ ds/dt അറ്റിന് നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാം, അല്ലെങ്കിൽ അറ്റ് എന്ന് നിങ്ങൾക്ക് എഴുതാം. ഇതൊരു നൊട്ടേഷനാണ്. അറ്റ് a = എഡ്ജ് എത്രയാടാ? 6 സെൻറ്റിമീറ്റർ അല്ലേടാ, 6 സെൻറ്റിമീറ്റർ ആകുമ്പോഴുള്ള ഏരിയയുടെ ചേഞ്ച്. അപ്പം 96/6 അല്ലേ, 96/6 കട്ട് ചെയ്യുമ്പോൾ 96ൻ്റെ പകുതി 48, 6ൻ്റെ പകുതി 3 കട്ട് ചെയ്യുമ്പോൾ 16. സോ ആൻസർ 16 കിട്ടും അല്ലേടാ മക്കളെ, 16. യെസ്, 16 എന്ന് എഴുതി വെച്ചാൽ പോരാ, അതിൻ്റെ യൂണിറ്റ് എഴുതണം. സർഫസ് ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ², പെർ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്, cm²/s എന്ന് കിട്ടും നമ്മുടെ ഫൈനൽ ആൻസർ. നല്ല കിടിലൻ സമാധാനപരമായിട്ടുള്ള ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, ഫൈൻഡ് ദ ലോക്കൽ മിനിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ f(x) = mod x - 2 x element of r. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ. മക്കളെ f(x) = രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. f(x) = mod x - 2. ഇത് +1 പഠിക്കുന്നതാണ്. അതിവർ ചോദിച്ചിരിക്കുന്നത് 1 മാർക്കിന് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ആ മെത്തേഡ് വെച്ച് ഡെറിവേറ്റീവ് ഒക്കെ എടുത്ത് മെത്തേഡൊക്കെ വെച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റ് എഴുതാനേ ഉള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ് mod x. mod x എന്താണെന്ന് അറിയണം. ഇതല്ലേ mod x. mod x എന്ന് പറയുമ്പോൾ ഇതാണ്, 0-ൽ വന്ന് ടച്ച് ചെയ്ത് പോകുന്നതാണ് mod x-ൻ്റെ ഗ്രാഫ്. mod x +2 എന്ന് പറയുമ്പോൾ എന്ത് വരും? mod x +2 എന്ന് പറയുമ്പോൾ 2 അടി മുകളിലേക്ക് ഇങ്ങനെ ചാടും. നിങ്ങൾ ലാബിനകത്ത് പഠിച്ചിട്ടുള്ള ഷിഫ്റ്റിംഗ്. mod x +2 2 അടി മുകളിലേക്ക് ചാടി. mod x - 2 2 അടി താഴത്തേക്ക് വരും. അപ്പോൾ mod x - 2 എന്ന് പറയുമ്പോൾ എന്താകും? mod x - 2 എന്ന് പറയുന്ന ഗ്രാഫ് ഇതാടാ, നേരെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകും, 2 അടി താഴ്ചയിൽ. ഓക്കെ, ഷിഫ്റ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. mod x - 2 എന്ന് പറയുന്നത് ഇതാണ് ഗ്രാഫ്. അപ്പോൾ ഇത് ലാബുമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ ചോദിക്കാം. mod x - 2 ഇതല്ലേ, താഴത്തെ 2-ൽ വന്ന് ടച്ച് ചെയ്യും. സോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ലോക്കൽ മിനിമം വാല്യൂ. ഇതിൻ്റെ ലോക്കൽ മിനിമം, ഏറ്റവും മിനിമം വാല്യൂ എവിടെയാടാ? മിനിമം വാല്യൂ ഇത് ഇവിടെയല്ലേ, 2-ൽ. അത്രയേ ഉള്ളൂ, അതാ ചോദിച്ചത്. therefore ലോക്കൽ മിനിമം വാല്യൂ ഈസ് x = താഴത്ത് -2 ആണ്, -2 താഴത്താണ് -2 ആട്ടോ മക്കളെ. ഞാൻ 2 എന്നാണ് എഴുതിയത്, അവിടെ -2 ആണ്, തിരുത്തിക്കോണം. -2 താഴെയാണ്, 0-യുടെ താഴത്തേക്ക്. ഓക്കെ, y-ആക്സിൻ്റെ നെഗറ്റീവ് ഭാഗത്താണ്, x = -2 ആണ് ലോക്കൽ മിനിമം വാല്യൂ. സോ അതും കഴിഞ്ഞു, മനസ്സിലായോ? ഗ്രാഫ് വെച്ചൊക്കെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനേ ഉള്ളൂ. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഏരിയ കണ്ടുപിടിക്കാൻ. ഇത് നമ്മൾ ലാബിനകത്തൊക്കെ ചെയ്യുന്നതാണ്, പക്ഷേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മക്കൾ ഉറപ്പിച്ചോ എക്സാമിന് കാണും. x² / 25 + y² / 9 = 1. ഇത് 2 രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒന്നെങ്കിൽ ഇതേ നോക്കിക്കോണേ, ഈ ക്വസ്റ്റ്യനെ 2 രീതി ഞാൻ കാണിച്ചു തരാം. x² / 25 + y² / 9 = 1. ഇനി എങ്ങനെ അല്ലെങ്കിൽ x² / 9 + y² / 25 = 1. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? +1-ലെ ടോപ്പിക് അറിയാവുന്നവർക്ക് സിമ്പിളാണ്, അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. മക്കൾ എക്സിൻ്റെ താഴെയാണ് വലിയ നമ്പറെങ്കിൽ അത് മേജർ ആക്സിസ് x ആയിരിക്കും. വൈയുടെ താഴെയാണ് വലിയ നമ്പറെങ്കിൽ മേജർ ആക്സിസ് y ആയിരിക്കും. എന്താണ് മേജറും മൈനറും എന്ന് അറിയാൻ വയ്യാത്തൊരു കാണും, പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ. മേജറും മൈനറും. ഓക്കെ മക്കളെ, 2 തരത്തിലുള്ള എലിപ്സ് ഉണ്ട്. ദേ ഇവിടെ എക്സിൻ്റെ താഴെയാണ് വലിയ നമ്പറെങ്കിൽ മക്കളെ എക്സിൻ്റെ നീളമായിരിക്കും കൂടുതൽ, അതാണ് മേജർ ആക്സിസ് x ആയിരിക്കും. മേജറും മൈനറും ഉണ്ട്. മേജർ എന്ന് പറയുമ്പോൾ ഈ നീളക്കൂടിയ ലൈനെ പറയണവരാണ് മേജർ. മൈനർ എന്ന് പറയുമ്പോൾ ചെറുത്. ഇവിടെ വൈയുടെ താഴെയാണ് വലിയ നമ്പർ, സോ ഇവിടുത്തെ മേജർ y ആയിരിക്കും. ഇവിടുത്തെ നീളം കൂടിയ ലൈൻ y ആയിരിക്കും. ഇത് തിരിച്ചറിയുക, അത്രേ ഉള്ളൂ. കാരണം ഈ ഫിഗർ വരച്ചിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് വരയ്ക്കാനേ ഉള്ളൂ, ചെയ്യാനേ ഉള്ളൂ, പെട്ടെന്ന് ചെയ്യാം.
അപ്പോൾ ഇവിടുത്തെ മേജർ എന്ന് പറയുമ്പോൾ ഇവിടെ x² എന്ന എക്സ് വലിയ നമ്പറാണ് എ. അപ്പോൾ ഇവിടെ a² എന്ന് പറയുമ്പോൾ എത്രയാണ് 25. അപ്പോൾ എ എത്ര കിട്ടും 5. b² എത്രയാണ് 9. ബി എത്രയാണ് 3. ഇവിടുത്തെ a² എത്ര തന്നെയാണ്? ഇവിടുത്തെ a² എന്ന് പറയുമ്പോൾ വൈയുടെ താഴെയാണ് a², വലിയ നമ്പറാണ് എപ്പോഴും a² ഇവിടെ 25 തന്നെ. എ എന്ന് പറയുമ്പോൾ 5, അതേപോലെ ബി എന്ന് പറയുമ്പോൾ b² 9, ബി എന്ന് പറയുമ്പോൾ 3. ഇനി എവിടെയാണ് ഈ എയും ബി അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ എയും ഇങ്ങനെ കിട്ടിയില്ലേ? ഓക്കെ, a² 25, a 5. അപ്പോൾ a 5 എന്ന് പറയുമ്പോൾ ഇവിടെ 5, ഇവിടെ -5. മേജർ ആയിരിക്കും ഇവിടെ എ. അത് 5ഉം -5ഉം കണ്ടല്ലോടാ. 5 മേജർ ആകാനുള്ള കാര്യം എന്താണ്? എക്സിൻ്റെ താഴെയാണ് വലിയ നമ്പറെങ്കിൽ അവനാണ് മേജർ, എക്സ് ആണ് മേജർ. സോ എക്സിൻ്റെ അവിടെ കൊണ്ട് ഈ നമ്പർ എഴുതുക. y ചെറുതാണ്, സോ ബിയുടെ അവിടെ ഇവിടെ 3ഉം ഇവിടെ -3ഉം. സിമ്പിൾ പരിപാടി. ഗ്രാഫ് ഫിഗർ വരച്ച് അടയാളപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഇനി ഇവിടെ ആണെങ്കിലോ, ഇവിടെ ഏറ്റവും വലുത് y അല്ലേ? y ആണ് മേജർ. സോ അവിടെ ആയിരിക്കും ഈ എ വരുന്നത്. എ എപ്പോഴും വലുതായിരിക്കും. സോ 5 വരുന്നത് ഇവിടെയാണ്, ഇവിടെ -5. 3 വരുന്നത് ഇവിടെ -3ഉം ഇവിടെ 3ഉം. ഇത്രയുള്ള പരിപാടി. ഇത്ര നിങ്ങൾക്ക് ഉള്ളു പഠിക്കാൻ. സോ നമുക്ക് ഇവിടെ വേണ്ടത് ഫസ്റ്റത്തെയാണ്. സോ ഫസ്റ്റത്തത് നമുക്കത് കുറച്ച് വൃത്തിക്ക് വരയ്ക്കാം. ചെയ്ത് ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ പ്രാക്ടീസ് ആവും കേട്ടോ മക്കളെ. നമുക്ക് വേണ്ടത് നമ്മുടെ എലിപ്സ് ഒന്ന് വരയ്ക്കുവാണ്. ഈ സൈഡിൽ നല്ല വൃത്തിക്കൊരു എലിപ്സ് വരയ്ക്കുവാണ്. എക്സിൻ്റെ അവിടെ വലിയ നമ്പർ, സോ എക്സ് ആണ് വലുത്. ഇങ്ങനെ വരച്ചു. അപ്പോൾ a² എന്ന് പറയുന്നത് എക്സിൻ്റെ താഴെയുള്ളതാണ്, വലുതാണ് 25. b² എന്ന് പറയുന്നത് 9. അപ്പോൾ എ എന്ന് പറയുന്നത് 5, ബി എന്ന് പറയുന്നത് 3. സോ ഇതാണ് നമ്മുടെ എക്സ് തന്നിരിക്കണമെങ്കിൽ മക്കളെ ഇവിടെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് f(x) കണ്ടുപിടിക്കണം. f(x) കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ലാബിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന അതേ സംഭവം തന്നെ നമുക്കിവിടെ ചെയ്യാം. സോറി, അതിന് മുമ്പ് നമുക്കിവിടെ 5 അടയാളപ്പെടുത്തിട്ട് ഇവിടെ -5, ഇവിടെ 5, ഇവിടെ 3, ഇവിടെ -3. f(x) കണ്ടുപിടിക്കുക പറഞ്ഞാൽ മക്കൾ ഇതിനകത്ത് y = കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ f(x). അപ്പോൾ നമുക്ക് ഇവിടുന്ന് y = കണ്ടുപിടിക്കാനായിട്ട് ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വൈയുടെ താഴെയുള്ളതിൻ്റെ റൂട്ട് എത്രയാണ്? 3. ഓർമ്മ കാണും അല്ലേ? ഡിവൈഡഡ് ബൈ എക്സിൻ്റെ താഴെയുള്ള റൂട്ട് 5. ട്രിക്കാണ്. ഡയറക്റ്റ് f(x) എഴുതാം. ഇതിങ്ങനെ സോൾവ് ചെയ്ത് എഴുതാം. പക്ഷേ ട്രിക്ക് ഓർത്തോണം. വൈയുടെ താഴെയുള്ളതിൻ്റെ റൂട്ട് 3, എക്സിൻ്റെ താഴെയുള്ളതിൻ്റെ റൂട്ട് 5 ഇൻറ്റു റൂട്ട് ഓഫ് ഇതേ മൈനസ് ഇത് എന്താണ് 25 - x². സോ ഇതാണ് നമ്മുടെ f(x) ആദ്യം അങ്ങ് എടുത്തെഴുതുക. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമുണ്ട്. സോ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്ന മക്കളെ ഈ എലിപ്സിൻ്റെ ഏരിയ ആണ്. അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രൻ്റില്ലേ അവിടുത്തെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 4 ചെയ്താൽ പോരെ. ഇത് തന്നെയല്ലേ എല്ലാ ഭാഗത്തും ഏരിയ. ഇവിടെ 5 ആണെങ്കിൽ 4 ഭാഗത്തും 5 തന്നെയായിരിക്കും. അപ്പോൾ 5 × 4 ചെയ്താൽ 20 കിട്ടും. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5, ഇവിടെ 5. അപ്പോൾ 5 × 4. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഇത്രയും ഭാഗം കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 4 ചെയ്യും. ഇതാണ് നമ്മുടെ പരിപാടി. ഇത് ഒറിജിനാണ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 0 തൊട്ട് 5 വരെ. കണ്ട, അതിന് വേണ്ടിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. കണ്ടല്ലോടാ, 0 തൊട്ട് 5 വരെ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻ്റഗ്രൽ ഇക്വേഷൻ എഴുതാം. ഇൻ്റഗ്രൽ ഇക്വേഷൻ ഏരിയ = ഇൻ്റഗ്രൽ a to b f(x) dx എന്നാണ് ഇൻ്റഗ്രലിൻ്റെ ഇക്വേഷൻ. സോ ഇത് ഇൻ്റഗ്രൽ a to b എവിടെ തൊട്ട് എവിടം വരെയാണ്? 0 തൊട്ട് 5 വരെ. ഓക്കെ, സോ 0 to 5 f(x) എന്താടാ? അതാണ് നമ്മളിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. 3/5 ഇൻറ്റു റൂട്ട് ഓഫ് 25 - x² dx. 3/5 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കാം. 3/5 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 5 റൂട്ട് 25 - x² dx. ഈ സാധനം കാണുമ്പോഴേ മനസ്സിലാക്കണം ഇതെന്താണ്. വേണം ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. 3/5 ഇൻറ്റു റൂട്ട് ഇൻ്റഗ്രൽ 0 to 5 റൂട്ട് 25 നമുക്ക് 5² എന്ന് എഴുതാമല്ലോ. മക്കളിത് കാണുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഇക്വേഷനാണ്. ആകെപ്പാടി ഈ ആപ്ലിക്കേഷൻ ഇൻ്റഗ്രലിനകത്ത് ആ ഒരു ഒറ്റ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ മക്കൾ. ഇൻ്റഗ്രൽ റൂട്ട് a² - x² dx എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. x/2 ഇൻറ്റു ഇവൻ തന്നെ ആര്? റൂട്ട് a² - x² പ്ലസ് a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് x/a. ഇതാണ് ഇക്വേഷൻ. മക്കൾ നിർബന്ധമായിട്ട് അത് പഠിച്ചു വയ്ക്കുക കേട്ടോ.
ആകെപ്പാടി ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. എന്ത് വരും? 3/5 ഇൻറ്റു ഇതിനെ എങ്ങനെ എഴുതാം? ഈ അതേ മോഡൽ തന്നെയല്ലേ, x/2 റൂട്ട് ഇവൻ തന്നെ എന്ന് പറയുമ്പോൾ 5² - x² പ്ലസ് a²/2 എന്ന് പറയുമ്പോൾ a എത്രയുടെ ഇവിടെ? a എന്ന് പറയുന്നത് 5 അല്ലേ? സോ 5a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് x/a എന്ന് പറഞ്ഞാൽ 5. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 5. ഓക്കെ, ഇനി നമുക്ക് ആദ്യം അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം. 5 എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുന്നു, 5 എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്തായി? ഇത് ഇവിടെ 5² തന്നെ വരത്തില്ലേ? 0 ആയി. അപ്പോൾ ഇത് മൊത്തം 0 ആയി. പിന്നെ എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുന്നു, 5/5 1. സോ അത് നമുക്ക് ആവശ്യമുണ്ടല്ലേ. അപ്പോൾ ഈ ടേം നമുക്ക് എഴുതാം. 5² എന്ന് പറയുമ്പോൾ 25/2 അല്ലേടാ? ഈ ടേം മാത്രമാണ് മക്കൾ എഴുതുന്നത്. ഇത് 0 ആയി പോയി, 25/2 എന്നായി. സൈൻ ഇൻവേഴ്സ് ഇവിടെ എക്സിന് 5 ഇട്ട് കൊടുക്കുമ്പോൾ 5/5. സൈൻ ഇൻവേഴ്സ് 5/5 എന്ന് പറയുമ്പോൾ സൈൻ ഇൻവേഴ്സ് 1. ഇനി ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം. 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് മൊത്തം ഇവിടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് മൊത്തം 0 ആയി മാറി. ഇവിടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 0, അതും മൊത്തം 0 ആയി. സോ ഇതിൻ്റെ ആവശ്യമില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്ത് കിട്ടി? 3/5 ഇൻറ്റു 25/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? π/2. 90 അല്ലേ 1? കിട്ടി. 5ഉം 25 കൂടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ 5. സോ അത്രേ ഉള്ളൂ അല്ലേ? 5 × 3 15. 15 π/4 എന്ന് കിട്ടും നമ്മുടെ ആൻസർ, സ്ക്വയർ യൂണിറ്റ്സ്. പക്ഷെ ഇപ്പോൾ കിട്ടിയത് ഇവിടം വരെ എഴുതി വെച്ച് നിർത്തല്ലേ. കിട്ടിയത് നമ്മുടെ ഈ ഭാഗമാടാ. ഈ ഭാഗം, ഇത്രയും ഭാഗമാണ് നമുക്ക് കിട്ടിയത്. എത്രയാണ്? 15 π/, ഇത്രയും ഭാഗമാണ് 15 π/4 എന്ന് കിട്ടിയത്. ഇത് തന്നെയാണ് 4 പാർട്ടിൻ്റെ അല്ലേ? അപ്പോൾ ഇൻറ്റു 4 ചെയ്താൽ മതി. ഇതിൻ്റെ ആൻസർ എന്ത് വരും? therefore ഏരിയ ഓഫ് ദി എലിപ്സ് ഫുൾ എലിപ്സ് സിക്കൽ ടു ഇത് 4 ഇൻറ്റു ഇത് 15 π/4. 4ഉം 4ഉം വെട്ടിക്കളയാം. സോ 15 π സ്ക്വയർ യൂണിറ്റ്സ്. ഇതാണ് ഫൈനൽ ആൻസർ. പക്ക മാർക്ക് കിട്ടിക്കോളും കേട്ടോ മക്കളെ. ഇതിൻ്റെ ട്രിക്കുണ്ട്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആൻസർ പറയാൻ പറ്റും. വേറെ ഒന്നുമല്ല, എയും ബിയും കിട്ടിയില്ലേ? a ഇൻറ്റു ബി ആണ് ആൻസർ. 5 × 3 15. അതിൻ്റെ കൂടെ ഒരു പൈ ഇട്ടാൽ മതി, അതാണ് ആൻസർ. സ്ഥിരമായിട്ടും ആൻസർ വരുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ x² / 4 + y² / 9 എന്ന് വന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ a² 4, അപ്പോൾ a എത്രയാ? 2. a² 4 അല്ലല്ലോ. നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. x² / 4 + y² / 9 = 1 എന്നിരിക്കട്ടെ. ഇവിടുത്തെ a² എത്രയാ? വലിയ നമ്പർ അല്ലേ? 9. b² ചെറിയ നമ്പർ 4. സോ a എന്ന് പറയുമ്പോൾ 3, b എന്ന് പറയുമ്പോൾ 2. സോ ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്നത് 3 × 2 6 π എന്നായിരിക്കും. ഉറപ്പിച്ച് പറയാം. അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അത് ചെയ്യുക, സ്റ്റെപ്പ് വഴി ചെയ്യുക. ആൻസർ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. സോ കിട്ടിയാണ്ടല്ലോ 15 π സ്ക്വയർ യൂണിറ്റ്സ് എന്നാണ് നമ്മുടെ എലിപ്സിൻ്റെ ഏരിയ കിട്ടിയത്. സിമ്പിൾ ക്വസ്റ്റ്യൻ മക്കളെ. ഇത് സിമ്പിളാണ്. ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മാത്രം മതി. ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പലരുടെയും പേടി സ്വപ്നമായിട്ടൊരു ചാപ്റ്ററാണ്, പലരും ഇടാൻ ഉദ്ദേശിക്കുന്ന ചാപ്റ്ററാണ്. പക്ഷേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സൊല്യൂഷൻ ഈസ് എ y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് ഈക്വൽ ടു 0. ഇവിടെ തന്നിരിക്കുന്ന ഏതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് ചോദിച്ചത്. സോ y ഡബിൾ ഡാഷും y ഡാഷും കണ്ടുപിടിക്കണം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ എടുത്തെഴുതുവാണ്. നമുക്ക് നോക്കാം. ഇത് ചെയ്യാനായിട്ട് ഒരു പണിയില്ല മക്കളെ, ഓരോന്നും ചെയ്ത് നോക്കുക. ഫസ്റ്റത്തേന് എടുത്തെഴുതുന്നു y ഈസ് ഈക്വൽ ടു e⁻x + 1 അല്ലേ. അപ്പം നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് മൈനസ് ചെയ്താൽ 0 കിട്ടുന്ന ഏതാണെന്ന് ചോദിച്ചത്. ഇത് y ഡാഷും y ഡബിൾ ഡാഷും കണ്ടുപിടിക്കുക, തമ്മിൽ കുറയ്ക്കുമ്പോൾ 0 കിട്ടുന്ന ഏതാണ്. ഇവിടെ ഓരോ y തന്നിട്ടുണ്ട്, ഓരോന്നും കണ്ടുപിടിക്കാം. y എടുത്തെഴുതി. ആദ്യം y ഡാഷ് കണ്ടുപിടിക്കാം. y ഡാഷ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്. e⁻x + 1 ഡെറിവേറ്റീവ് എന്താ? e⁻x. വീണ്ടും ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കണം. ഈ എടുത്തതിൻ്റെ ഒന്നുകൂടെ ഡെറിവേറ്റീവ്. e⁻x ഡെറിവേറ്റീവ് വീണ്ടും എടുക്കുക. എന്താണ്? e⁻x. ഇവിടെ y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് 0 കിട്ടുമെന്ന് നോക്കി. y ഡബിൾ ഡാഷ് e⁻x, y ഡാഷ് e⁻x സിക്കൽ ടു 0 കിട്ടത്തില്ലേ. സോ തുടക്കം തന്നെ കിട്ടി. ആൻസർ ഇതാണ്. y ഈക്വൽ ടു e⁻x + 1. ഓരോന്ന് ചെയ്ത് നോക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. 4 ഓപ്ഷൻ ചെയ്ത് നോക്കുക. കുറയ്ക്കുമ്പോൾ
സെക്കൻഡ് ഡെറിവേറ്റീവും ഫസ്റ്റ് ഡെറിവേറ്റീവും തമ്മിൽ കുറയ്ക്കുമ്പോൾ 0 കിട്ടുന്ന ഏതാണെന്ന് ചോദിച്ചത് സിമ്പിളായിട്ട് എഴുതാനുള്ള കാര്യമുള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് dy/dx തന്നിട്ടുണ്ട്. ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. സോ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ മക്കളെ 3 മെത്തേഡുണ്ട്. ജനറൽ സൊല്യൂഷൻ നിങ്ങൾ 3 പഠിക്കണം നിർബന്ധമായിട്ടും. 3 നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. ഒരെണ്ണം വേരിയബിൾ സെപ്പറബിൾ, പിന്നെ ഉള്ളത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പിന്നെ ഉള്ളത് ഹോമോജീനിയസ്. ഇത് 3 ഏത് വേണമെങ്കിലും ചോദിക്കാം. ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല, ഏത് വേണമെങ്കിലും ചോദിക്കാം. 3നും ഒരേ എന്താ പറയുക, ഒരേ ചാൻസ് ആണ് വരാൻ എക്സാമിന്. സോ 3 പഠിച്ചേ പറ്റൂ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുവാണെങ്കിൽ മക്കളെ ഇത് 3 പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത്. ഏത് വരുമെന്ന് ഉറപ്പിച്ച് ഒരാൾക്കും പറയാൻ പറ്റത്തില്ല. പണ്ട് ഇത് വരത്തില്ലെന്ന് ഉറപ്പിച്ച് പറയായിരുന്നു, പക്ഷേ ഇനി പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഉൾപ്പെടെ വന്നത് ഈ ക്വസ്റ്റിന് ഹോമോജീനിയസ് വന്നത്. അപ്പോൾ ഇത് ഇച്ചിരി ടഫുള്ളൊരു പോർഷൻ ഈ ഹോമോജീനിയസ് മാത്രമേ ഉള്ളൂ. അതാണ് ക്രിസ്മസ് എക്സാമിന് വന്നത്. സോ ഫൈനൽ എക്സാമിന് ഇത് വരാനായിരിക്കും ചാൻസ് കൂടുതലെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് വരാം, ഏത് വേണമെങ്കിലും ചോദിക്കാം, ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല കേട്ടോ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ dy/dx = 9 - y²/x അല്ലേ. ഇതിനെ വേരിയബിൾ ഒന്നാമത്തെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇത് വേരിയബിൾ സെപ്പറബിൾ ആണോ നോക്കുക. എന്ന് പറഞ്ഞാൽ വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. നോക്കാം നമുക്ക്. വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. മക്കളെ നോക്കിയേ, ആ വൈയുടെ ടേം ഒരു സൈഡിലും എക്സിൻ്റെ ടേം ഒരു സൈഡിലും ആക്കാം. അപ്പോൾ അതേ ഈ dx മുകളിലേക്ക് കൊണ്ടുവരാം, ഇതിനെ നേരെ താഴത്തേക്ക് കൊണ്ടുവരാം അല്ലേ. സിമ്പിൾ പരിപാടിയല്ലേ. dy/ ഇത് നേരെ താഴത്തേക്ക് വരുന്നേ. എന്താ √9 - y². ഈ dx നേരെ മുകളിലേക്ക് പോകുന്നു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ dx/x. വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്തു. എക്സ് ഒരു സൈഡിലും വൈ ഒരു സൈഡിലും ആക്കാൻ പറ്റുമെങ്കിൽ അതാണ് വേരിയബിൾ സെപ്പറബിൾ. യെസ്, ആക്കാൻ പറ്റി. ഇനി ഇൻ്റഗ്രൽ എടുക്കാം. എന്താണ് ഇത് കാണുമ്പോഴേ തിരിച്ചറിയാൻ പറ്റണം. ഇൻ്റഗ്രൽ 1/√, ഓർമ്മയുണ്ടോ, a² - x². ആ 9 ഇക്വേഷൻ ഇതേപോലത്തെ പഠിക്കണം. 1/√a² - x² എന്ന് പറയുമ്പോൾ എന്ത് വരും? sin ഇൻവേഴ്സ് x/a. അപ്പോൾ ഇവിടെയും അത് തന്നെ. സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം y/a. a എന്ന് പറയുന്നത് 3. ഇവിടെ 1/x ആണ്. സോ അത് log mod x + c. ഇത്രേ ഉള്ളൂ അല്ലേ. കഴിഞ്ഞല്ലേ പരിപാടി? ഇത്രേ ഉള്ളല്ലോ. 2 സ്റ്റെപ്പിൽ ആൻസർ കഴിഞ്ഞ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ? ഇതൊക്കെ ചോദിച്ചാൽ പൊളിക്കായിരുന്നു കേട്ടോ ഫൈനൽ എക്സാം. നോക്കിയടാ എത്ര മാർക്കിനാടാ? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 2 സ്റ്റെപ്പിൽ ആൻസർ കഴിഞ്ഞു. പക്ഷേ ഈ സാധനം അറിഞ്ഞിരിക്കണം. ആഹാ, കിടിലം ക്വസ്റ്റ്യൻ. നോക്കി, ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്, അതിനെ മാറ്റി സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പിൽ ആൻസറായി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദി വെക്റ്റർ. പ്രൊജക്ഷൻ കണ്ടുപിടിക്കാനാണ്. സോ പ്രൊജക്ഷൻ്റെ ഇക്വേഷൻ അറിയാലോ. എന്താണ് പ്രൊജക്ഷൻ? എയും ബിയും തമ്മിൽ ഡോട്ട് എടുക്കുക ബൈ പ്രൊജക്ഷൻ ഓൺ ഏതാണോ വെക്റ്റർ ആ വെക്റ്റർ ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇത്രയുള്ള പരിപാടി. അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ട a.b കണ്ടുപിടിക്കണം. a.b എന്ന് പറയുമ്പോൾ a എന്ന് പറയുന്നത് 2i + j, ഇതെന്ന് പറയുമ്പോൾ 2a. 2a. അപ്പോൾ എയും ബിയും തന്നിട്ടില്ല ഡയറക്റ്റ് കേട്ടോ. അവർ തന്ത്രപൂർവ്വം കളിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? എയും ബിയും എടുത്തെഴുതണം. എ എന്ന് പറയുന്നത് എന്താടാ? 2i + j. ബി എന്ന് പറയുന്നത് അവർ തന്നിരിക്കണം. നോക്കിക്കടാ 2a എന്ന് പറയുന്നത് തന്നിരിക്കണം. പിന്നെ നമ്മളോட കളി 2a 2 × a. a എന്താ? ഇതിൻ്റെ 2 ഇരട്ടി 2i + j. സോ 2 × എന്ന് പറയുമ്പോൾ 4i + 2j. ഇതാണ് നമ്മുടെ ബി. എയും ബിയും കിട്ടിയില്ലേ? പ്രൊജക്ഷൻ കണ്ടുപിടിക്കാമല്ലോ ഡയറക്റ്റ്. സോ ആദ്യം നിങ്ങൾക്ക് a.b കണ്ടുപിടിക്കും. a.b. ഇത് നമ്മൾ ഡോട്ട് എടുക്കടാ. 2i + jയും ഡോട്ട് 4i + 2jയും ഡോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഐയുടെ ടേം നമ്മൾ ഇൻറ്റു ചെയ്യുക. 4 × 2 അല്ലെങ്കിൽ 2 × 4 + ജെയുടെ ടേം ഇവിടെ 1 ഇവിടെ 2.
സോ 1 × 2 8 + 2 10 കിട്ടും. എ ഡോട്ട് ബി 10 കിട്ടി. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ. സിമ്പിൾ പരിപാടി. റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ 4ൻ്റെ സ്ക്വയർ 16, 2ൻ്റെ സ്ക്വയർ 4. സോ 16 + 4 റൂട്ട് 20 കഴിഞ്ഞു. പ്രൊജക്ഷൻ സിക്കൽ ടു ഇതേ ബൈ ഇതെന്നല്ലേ. സോ 10/√20 ഇത്ര എഴുതി വെച്ചാൽ മതി. ആൻസറായി. ഓക്കെ, ചെറുതാക്കുകയോ ചെയ്യാം, പക്ഷേ ചെറുതാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടം വരെ മതി, ഫുൾ മാർക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് എന്താ? അതിൻ്റെ ഏരിയ ഓഫ് ദി പാരലോഗ്രാം ഹൂസ് അഡ്ജസൻറ്റ് സൈഡ്സ് ആർ ഗിവൺ ബൈ 2 വെക്ടർ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് പാരലോഗ്രാം കണ്ടുപിടിക്കാം. സോ 3i + j + 4k. എ പാർട്ട് എ എന്ന് പറയുന്നത് 3i + j + 4k. 3i + j + 4k. മറ്റേത് i - j + k. i - j + k അല്ലേ മക്കളെ? സോ ഇതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ i - j + k. സോ ഇത് തമ്മിലുള്ള ക്രോസ് എടുക്കുക. കാരണം ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ a × b യുടെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, a × b യുടെ മാഗ്നിറ്റ്യൂഡാണ് ഏരിയ ഓഫ് പാരലോഗ്രാം. അപ്പോൾ ഇവിടെ a × b എന്ന് പറയുമ്പോൾ a × b അതും കണ്ടുപിടിക്കണം. a × b കണ്ടുപിടിക്കണം എങ്ങനെയാണ്? ഡിറ്റർമിനൻറ്റ് ആദ്യം ij ഒക്കെ എഴുതുക, പിന്നെ 3 1 4 എയുടെ കമ്പോണൻസ് എഴുതുക, പിന്നെ ബിയുടെ കമ്പോണൻസ് 1 - 1 1. മക്കളെ, ബാച്ചിലുള്ള കുട്ടികൾക്ക് ഇതൊക്കെ റിവിഷനാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഏരിയ ഓഫ് പാരലോഗ്രാം ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മക്കളെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. ഇപ്പോൾ താഴത്ത് ഇപ്പോൾ ഞാൻ സ്ക്രോൾ ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. സോ കൗണ്ട് ഡൗൺ ബാച്ച് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ താല്പര്യമുള്ളവർക്ക് മക്കളെ ബാച്ചിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സോ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ മക്കളെ ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യാം. അതിലേക്ക് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വാട്സപ്പിൽ വരും. അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. കൗണ്ട് ഡൗൺ CD25 എന്ന് അയച്ചു കഴിഞ്ഞാൽ കൗണ്ട് ഡൗൺ ബാച്ച് ജോയിൻ ചെയ്യാം. സേ 25 എന്ന് അയച്ചു കഴിഞ്ഞാൽ സേ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞാണ്. ഇവിടെ ഇപ്പോൾ സ്ക്രോൾ ഇടാൻ മറന്നതാണ്. വേണമെങ്കിൽ ഒരു സ്ക്രോൾ ഇടാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, ഇവിടെ സ്ക്രോൾ ഇട്ട് വെച്ചിട്ടുണ്ടേ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ബാച്ച് കയറി പഠിക്കാം കേട്ടോ. അടുക്കി റെക്കോർഡ് ക്ലാസ് ആയിട്ടുണ്ട് കേട്ടോ മക്കളെ. സോ a × b. ഓക്കെ, a × b കണ്ടുപിടിച്ചേ. i × എത്ര വരും? 1 × 1 മൈനസ് 4 × -1. സോ 1 - -4 5 വരും. 5 - j × ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് പോയിട്ട് ഇതൊക്കെ ഡിറ്റർമിനൻ്റ് എടുക്കുക എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. 3 × 1 3 -1 × 4 4. 3 ൽ നിന്ന് 4 കുറച്ചാൽ -1. തൊണ്ടവേദന. k × 3 × -1 -3 -1 × 1 1. മക്കളെ രാവിലെ തൊട്ട് ഈ ടൈം വരെ ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞാൻ എന്തുകൊണ്ടാണ് ക്ലാസ് ആയിട്ട് വരാത്തതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വെറുതെ ഇരിക്കുമല്ല മക്കളെ, ഫുൾ ടൈം ക്ലാസ് ആട്ടോ. ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഇനി ബാച്ചിലേക്കുള്ള ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എന്ത് വരും? 5i + j - 4k. ഇതാണ് a × b. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മതി. അതാണ് നമ്മുടെ ആൻസർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് a × b റൂട്ട് ഓഫ് 5ൻ്റെ സ്ക്വയർ 25 പ്ലസ് ഇവിടുത്തെ 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് ഇവിടുത്തെ -4ൻ്റെ സ്ക്വയർ 16. 25 10 35 6 42 1 43. റൂട്ട് 43 വരും ഇവിടെ ആൻസർ. റൂട്ട് 43 ആണ് ഇവിടെ ആൻസർ. റൂട്ട് 43 അല്ല, 25 26 42. റൂട്ട് 42 എന്ന് വരും. അത്രയും ഏരിയ അല്ലേ, സ്ക്വയർ യൂണിറ്റ്സ്.
അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, സെറ്റ്. ഡയറക്റ്റ് ഏരിയ ഓഫ് പാരലോഗ്രാം കണ്ടുപിടിക്കുകയാണ്. ആ ഇക്വേഷൻ പഠിച്ചോണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ മക്കളെ ഏരിയ ഓഫ് ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ കൂടെ പഠിച്ചോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ പാരലോഗത്തിൻ്റെ പകുതി ഹാഫ് മോഡ് എ ക്രോസ് ബി പഠിച്ചു വെച്ചോ കേട്ടോ. ആവശ്യം വരും ഇതിൽ ഏതെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്യൂ ലൈൻസ്. മക്കളെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എയും ബിയും A1ഉം B1ഉം A2ഉം B2ഉം എടുത്തെഴുതുക. ഇതാണ് ഫസ്റ്റത്തെ നമ്മുടെ ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് കിടക്കുന്നതെല്ലാം A1ഉം B1ഉം ആയിരിക്കും. സെക്കൻഡ് ഇക്വേഷൻ കിടക്കുന്നത് A2ഉം B2 ആയിരിക്കും. ഇതിനകത്ത് A1ഉം B1ഉം എഴുതാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. A1 മോളിൽ കിടക്കുന്നതിൻ്റെ സൈൻ മാറ്റുക. ഇവിടെ എന്താണ് -1, അപ്പോൾ അത് +1i. ഇവിടെ -1, അപ്പോൾ അത് +1j. ഇവിടെ ഇസഡിൻ്റെ കൂടെ ഒന്നുമില്ല, 0, സോ 0k. അങ്ങനെ എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, എഴുതിക്കും, നോ പ്രോബ്ലം. A1 B1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ താഴെ കിടക്കുന്ന അതേ സൈൻ 2i -1j +2k. A1 എഴുതി, B1 എഴുതി. അടുത്ത A2 ഇതേപോലെ ഇതിൻ്റെ രണ്ടാമത്തെ മുകളിൽ കിടക്കുന്നതിൻ്റെ സൈൻ മാറ്റി എഴുതുക. -2 എന്നുള്ളത് 2i, -1 എന്നുള്ളത് +1j, +1 എന്നുള്ളത് -1k. B2 എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ താഴത്തെ സൈൻ അതേപോലെ ഇട്ട് എഴുതുക. 3i -5j +2k. മുകളിലത്തെ സൈൻ മാറ്റുക, താഴത്തേൻ്റെ അതേപോലെ തന്നെ. സോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ അവിടെ ചെയ്യേണ്ട മക്കളെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഇക്വേഷൻ ആദ്യം എടുത്തെഴുതുക. ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ അറിയാവോടാ, പഠിക്കണം കേട്ടോ, എക്സാമിന് ഉറപ്പാണ്. B1 ക്രോസ് B2 ഡോട്ട് A2 -A1 ബൈ മോഡ് B1 ക്രോസ് B2. ഇതാണ് ഇക്വേഷൻ. ഒന്നുമില്ലടാ, അതെ B1 ക്രോസ് B2 ബൈ മോഡ് B1 ക്രോസ് B2. അതിൻ്റെ കൂടെ ഡോട്ട് A2 -A1, ഡോട്ട് A2 -A1. അപ്പോൾ ഇത് ഓരോന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യം നമുക്ക് A2 -A1 കണ്ടുപിടിക്കാം. A2 -A1 ഇതാണ് A2 -A1. ഇത് തമ്മിൽ കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ A2 എന്ന് എടുത്തെഴുതിക്കുക. 2i +1j -1k. വേണേൽ കുറയ്ക്കാം, 2ൽ നിന്ന് 1 കുറച്ചാൽ 1i. അടുത്തത് 1j നിന്ന് 1j കുറച്ചാൽ 0j, എഴുതിക്കോ. അടുത്തത് -1ൽ നിന്ന് 0 കുറച്ചാൽ -1k. അത് കിട്ടിയല്ലോ, അതവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് ആവശ്യമുണ്ട്. A2 -A1 നമ്മൾ കണ്ടുപിടിച്ചു, സോ അതവിടെ ഇരിക്കട്ടെ. വേണ്ട, വരച്ച് കൊള്ളാക്കണ്ട. A2 -A1 അവിടെ ഇരിക്കട്ടെ. അടുത്തത് B1 ക്രോസ് B2 കണ്ടുപിടിക്കണം. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ B1 ക്രോസ് B2. ഡിറ്റർമിനൻറ്റ് i j k. ആദ്യം B1ൻ്റെ കമ്പോണൻസ് 2 - 1 2 - 1 എന്നാടാ 2 - 1 2 2 - 1 2. അടുത്ത B2ൻ്റെ കമ്പോണൻസ് 3 - 5 2 3 - 5 2. സോ i ഇൻറ്റു ചെയ്യുക, ഡിറ്റർമിനൻ്റ് എടുക്കുക സാധാരണ പോലെ. ഇതേ ഇൻറ്റു ഇത് എത്ര വരും? -2 മൈനസ് ഇതേ ഇൻറ്റു ഇത് -10. സോ 10 2 കുറച്ച് 8 -j ഇൻറ്റു 2 2 4 -6 -2 പ്ലസ് k ഇൻറ്റു -10 -3. സോ -10 + 3 -7. അപ്പോൾ ഇത് 8i + 2j -7k എന്ന് കിട്ടും നമ്മുടെ B1 ക്രോസ് B2. B1 ക്രോസ് B2 അതാണോ നോക്കാം. ഞാൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കൂടെ എടുത്തിടാം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 കൂടെ എടുക്കണം. കുറച്ച് ചെയ്യാനുണ്ട്, പക്ഷേ അങ്ങനെ ഫ്ലോയിൽ അങ്ങ് വന്നോളും കേട്ടോ ചെയ്യുമ്പോൾ. √8² 64, ഇത് 4. സോ 64 + 4 + 7² 49. സോ 60 40 100 109 113 √117.
അത്രയും വരെ കിട്ടി മക്കളെ. കഴിഞ്ഞിട്ടില്ല. ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ഡോട്ട് എടുക്കണം. അത് മറക്കരുത്. B1 ക്രോസ് B2വും B1 ക്രോസ് B2വും ഡോട്ട് A2 മൈനസ് A1 തമ്മിലുള്ള ഡോട്ട്. എന്താണ് B1 ക്രോസ് B2? ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 8i + 2j - 7k. ഡോട്ട് A2 - 7 ദേ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നു. 1i + 0j - 1k. ഡോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഐയുടെ കമ്പോണൻസ് സം ഇൻറ്റു ചെയ്യടാ. 8 × 1 അങ്ങനെ ഡയറക്റ്റ് ഇൻറ്റു ചെയ്താൽ മതി. 8 × 1 + 2 × 0 + -7 × -1. സോ 8 + 0 + 7 8 7 15. അത് തന്നെയല്ലേ ആൻസർ? യെസ്, പക്ക ആൻസർ. സോ ഡിസ്റ്റൻസ് ഇൻ ഇക്വേഷൻ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ വെച്ച് പറയുമ്പോഴത്തേക്കും ഈ സാധനം ബൈ ഈ സാധനം. സോ ഈ സാധനം കണ്ടുപിടിച്ച് എത്രയാണ്? 15 ഈ സാധനം. സോ 15 √117. മോഡാണ്, നെഗറ്റീവിനെ പോസിറ്റീവാക്കി, പോസിറ്റീവാണ്. സോ നോ പ്രോബ്ലം. അത്രയും യൂണിറ്റ്സ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അത്രയും യൂണിറ്റ്സ്. ഇതാണ് മക്കളെ ഇതിൻ്റെ ആൻസർ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡയറക്റ്റ് കണ്ടുപിടിക്കാനായിരിക്കും. ഒന്നുമില്ല, ഇതേ സ്റ്റെപ്പ് തന്നെ ചെയ്യുക. ഇത്രയുള്ള പരിപാടി കേട്ടോ. സോ ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. പ്രോബബിലിറ്റി എന്നാണ്. 4 മാർക്കിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ മാത്രം ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. എളുപ്പമാണ് ഇതൊക്കെ. സോ ഫസ്റ്റത്തത്, ഇഫ് A and B are events with P of A തന്നിട്ടുണ്ട്, P of B തന്നിട്ടുണ്ട്. ഫൈൻഡ് P of neither A nor B. മക്കളെ neither A nor B എന്ന് പറയുമ്പോൾ പുതിയ കൗണ്ട് ഓൺ ബാച്ചിലെ കുട്ടികൾക്ക് പറയാൻ പറ്റും. കാരണം ഇത് ഈ ക്വസ്റ്റ്യൻ കൗണ്ട് ഓൺ ബാച്ചിലെ കുട്ടികൾക്ക് പ്രോബബിലിറ്റിയിലെ ഏത് ക്വസ്റ്റ്യൻ എവിടുന്ന് എങ്ങനെ ചോദിച്ചാലും പറയാൻ പറ്റും. കാരണം അവരെ ഫുൾ ടെക്സ്റ്റ് ബുക്കും എല്ലാ NCERT ക്വസ്റ്റ്യനും എവിടുന്ന് വരാനുള്ള ക്വസ്റ്റ്യൻസും പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്കിത് റിവിഷനാണ് മക്കളെ. നിങ്ങൾ വീഡിയോ പോസാക്കിയിട്ട് ചെയ്ത് നോക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്തതാണ് അല്ലേ? ഇതേ മോഡൽ. എനിക്ക് നമ്പർ മാത്രം മാറി തരും. അതേപോലെ എല്ലാ കുട്ടികളും ചെയ്യുന്നത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ മക്കളെ എല്ലാവരും. ഇവിടെ നെയ്തർ A nor B എന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നെയ്തർ A എന്ന് പറഞ്ഞാൽ A വേണ്ട എന്ന് പറഞ്ഞാൽ A കോംപ്ലിമെൻറ്റ്, ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ. നെയ്തർ A nor B എന്ന് പറഞ്ഞാൽ ഇതാണ്. A വേണ്ട എന്ന് പറയുമ്പോൾ A കോംപ്ലിമെൻറ്റ്, ഇൻ്റർസെക്ഷൻ നോർ B എന്ന് പറഞ്ഞാൽ B വേണ്ട, B കോംപ്ലിമെൻറ്റ്. +1 ടോപ്പിക്കാണിത്. ഇത് പഠിക്കണം. നെയ്തർ A nor B എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ളതിന് എനിക്ക് ഹോൾ കോംപ്ലിമെൻറ്റ് എഴുതാം. അപ്പോൾ ഇതെന്താവും? A കോംപ്ലിമെൻറ്റ് A ആകും, എല്ലാം ഓപ്പോസിറ്റ് ആവും. ഇൻ്റർസെക്ഷൻ യൂണിയൻ ആകും, B കോംപ്ലിമെൻറ്റ് B ആവും. സോ ഏതിൻ്റെയെങ്കിലും കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മക്കളെ ഒന്നിൽ നിന്ന് ആ ഒറിജിനൽ സാധനം മൈനസ് ചെയ്യുക. ഒറിജിനൽ A യൂണിയൻ B മൈനസ് ചെയ്യുക. നെയ്തർ A nor B. ഓക്കെ, 1 - P of A യൂണിയൻ B മൈനസ് ചെയ്യുക. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണ്. അപ്പോൾ P of Aയും P of B തന്നിട്ടുണ്ട്. P of A × B കണ്ടുപിടിക്കണം. P of A ഇൻ്റർസെക്ഷൻ B കണ്ടുപിടിക്കണം. P of A യൂണിയൻ B കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് P of A യൂണിയൻ B കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ മക്കളെ. എന്താണ്? P of A യൂണിയൻ B എന്ന് പറയുമ്പോൾ P of A + P of B - P of A ഇൻ്റർസെക്ഷൻ B എന്നാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് P of Aയും P of B തന്നിട്ടുള്ളൂ, P of A ഇൻ്റർസെക്ഷൻ B തന്നിട്ടില്ല. അതാണ് ഇവർ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ P of A ഇൻ്റർസെക്ഷൻ B എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ P of A ഇൻ്റർസെക്ഷൻ B എന്ന് പറയുന്നത് P of A × P of B ആയിരിക്കും. പഠിക്കുക. ഇൻഡിപെൻഡൻ്റ് എന്ന വാക്കുണ്ടെങ്കിൽ ഓർത്തോണം, ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ ഇൻഡ്യൂ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ P of A 0.4ഉം 0.5ഉം 0.4 × 0.5 0.20 0.2 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, കിട്ടിയല്ലോ. എല്ലാം കിട്ടി. ഇട്ട് കൊടുക്കുക. P of A 0.4 + 0.5 - 0.2 1.1 കിട്ടും അല്ലേ? അല്ല, കുറയ്ക്കാനല്ലേ. 0.2 0.7 കിട്ടും. 5 4 9 9 2 കുറച്ചാൽ 7 0.7 കിട്ടും. സോ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. 1 - 0.7. സോ ആൻസർ 0.3 എന്ന് കിട്ടും. ഓക്കെ, അത് കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി മക്കളെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ +1 ടോപ്പിക്കാണ്, പഠിച്ചു വയ്ക്കണം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ചെയ്യാനുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം ഇവിടെ ഇട്ട് കൊടുക്കുക.
ഓക്കെ, 1 മാർക്കിൻ്റെ അല്ല, അത് ശരിക്കും പറയുക 2-3 മാർക്കിന് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്തായാലും അത് കഴിഞ്ഞു. ഇതാണ് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതിൻ്റെ അകത്ത് കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത് മാത്രം. എ മാൻ ഈസ് നോൺ ടു സ്പീക്ക്. ബേസ് തിയറം എന്ന് പറയുന്ന ടോപ്പിക് പലരുടെയും പേടി സ്വപ്നമായിട്ടൊരു ടോപ്പിക്കാണ്. അതിനകത്ത് ക്വസ്റ്റ്യൻ ആണ് മക്കളെ ഇത് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, ഇത് എഴുതിയല്ലോ. ഒരു മനുഷ്യൻ, ഞാൻ തുറയ്ക്കുക. ഓക്കെ, ഒരു മനുഷ്യൻ 5-ൽ 4 തവണ സത്യം പറയും. പ്രോബിലിറ്റി തന്നിരിക്കുവാണേ. ട്രൂത്ത്, സത്യം പറയുന്നത് 5-ൽ 4 തവണ, 4/5 ടൈംസ് ആണ്. 5 തവണ ഒരു കാര്യം നടക്കുവാണെങ്കിൽ അയാൾ 4 തവണ സത്യം പറയും. ഒരു തവണ എന്തായിരിക്കും? കള്ളം പറയും. പി ഓഫ് ലൈ. നമുക്ക് മനസ്സിലായ കാര്യം. കാരണം 5-ൽ 4 തവണ സത്യമാണെങ്കിൽ 1 തവണ മിച്ചമുള്ള 1 തവണ കള്ളമായിരിക്കും. ഇനി പറഞ്ഞിരിക്കണം നോക്കിയേ. ഹീ ത്രോസ് എ ഡൈ. അയാൾ ഒരു ഡൈ എറിഞ്ഞു. എന്നിട്ട് പറയുവാണ് റിപ്പോർട്ട്സ് ദാറ്റ് ഇറ്റ് ഈസ് 6. റിപ്പോർട്ട് ചെയ്യുവാണ് 6 ആണ്. അതിൻ്റെ വേറെ കാര്യം പറയുന്നത് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി 5. ആക്ച്വലി 5 ആകാനുള്ള പ്രോബിലിറ്റി. മക്കളെ ഇവിടെ 2 തരത്തിൽ നമുക്ക് ഇവൻറ്റ്സ് പറയാം. ഇതിൻ്റെ കുറേ ക്വസ്റ്റ്യൻ ചെയ്യണം കേട്ടോ മക്കളെ. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാകത്തില്ല. ബേസ് തിയറത്തിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻ തൊട്ടുള്ള ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ കേട്ടോ. ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് വീണ്ടും പറയുന്നു. മനസ്സിലാകാത്തൊരു മക്കളെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് വരിക. ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ബേസ് തിയറത്തിൻ്റെ. സോ ആക്ച്വലി 5 എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ. അപ്പോൾ E1 എന്ന് പറയുന്നത് 2 കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ E1 ഒരു ഡൈ അറിയുമ്പോൾ എന്താണ്? ആക്ച്വലി 5. E2 നോട്ട് ആക്ച്വലി 5. പിന്നെ ഒരു A എന്ന് പറയുന്ന ഇവൻ്റ് ഉണ്ട്. അതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. എന്താ? ഒരു സാധനം ഗിവൺ ആയിട്ട് തരും. റിപ്പോർട്ട്സ് ദാറ്റ് ഇറ്റ് ഈസ് 5. റിപ്പോർട്ട്സ് ദാറ്റ് ഇറ്റ് ഈസ് 5. ഇത്രയും സാധനങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് മക്കളെ ആക്ച്വലി 5 ആണ്. ഇത് ഗിവൺ അല്ലേ? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു നോക്കി. ഇതാണ് ക്വസ്റ്റ്യൻ്റെ മെയിൻ സെക്ഷൻ. ആക്ച്വലി 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. പി ഓഫ് ആക്ച്വലി 5. ഗിവൺ ഒരു സാധനം ഗിവൺ ആണ്. എന്താണ്? റിപ്പോർട്ട്സ് ദാറ്റ് ഇറ്റ് ഈസ് 5. റിപ്പോർട്ട്സ് ദാറ്റ് 5. അത് 5 ആണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 5 എന്ന് പറഞ്ഞാൽ എന്താണ്? E1. സോ E1 ഗിവൺ റിപ്പോർട്ട്സ് ദാറ്റ് 5 എന്ന് പറഞ്ഞാൽ എന്താണ്? A. E1 ഗിവൺ A ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാനുള്ള ബേസ് തിയറത്തിൻ്റെ ഇക്വേഷൻ മക്കളെ എഴുതിക്കോ. ഈ ഒരു സാധനം E1 ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് P ഓഫ് E1 ഇൻറ്റു പിന്നെ തലതിരിച്ചിടുക. P ഓഫ് A ഗിവൺ E1 ബൈ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ചെയ്യേണ്ട ബേസ് തിയറത്തിന് ഇക്വേഷൻ കാണാപ്പണം പഠിക്കണ്ട. E1 ആണ് ചോദിച്ചെങ്കിൽ മുകളിൽ ന്യൂമറേറ്ററിൽ E1 ടേംസ് എഴുതുക. ഇത് തലതിരിച്ചിടുക. A ഗിവൺ E1. താഴത്ത് ടോട്ടൽ എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ പ്രോബിലിറ്റി ആദ്യം E1 എഴുതുക. ഇതേപോലെ തന്നെ E1 അതേ സാധനം തന്നെ താഴത്ത് എഴുതുക. എപ്പോഴും ടോട്ടൽ പ്രോബിലിറ്റി അല്ലേ? പ്ലസ് E2 എഴുതുക. ഓക്കെ, ഇനി ഇത് ഓരോന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അത് കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. എടാ P ഓഫ് E1 ദേ P ഓഫ് E1 എന്ന് പറഞ്ഞാൽ എന്താണ്? P ഓഫ് E2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. P ഓഫ് E1 എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി 5 ആകാനുള്ള പ്രോബിലിറ്റി. എടാ മക്കളെ ഒരു സാമ്പിൾ സ്പേസ് എറിയുമ്പോഴത്തേക്കും ഒരു ഡൈ അറിയുമ്പോഴത്തേക്കും അതിന് സാമ്പിൾ സ്പേസ് 1 2 3 4 5 6 അല്ലേ? ഇതിൻ്റെ അകത്ത് 5 കിട്ടുക എന്ന് പറഞ്ഞാൽ 5 എത്രണ്ണേ ഉള്ളൂ? ഒരെണ്ണം. അപ്പോൾ അത് 1/6 അല്ലേ? ഇനി P ഓഫ് E2 എന്ന് പറയുമ്പോൾ 5 അല്ല, നോട്ട് ആക്ച്വലി 5 അല്ലെന്ന് പറഞ്ഞാൽ ബാക്കി കിട്ടുക എന്നുള്ളതല്ലേ? എത്ര എണ്ണം ഉണ്ട്? ബാക്കി ഏതെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാൽ 5 എണ്ണം, ബാക്കിയുള്ള 5 എണ്ണം കിട്ടുക. 5/6. അതാണ് P ഓഫ് E1 P ഓഫ് E2. ഇനി പറഞ്ഞിരിക്കുന്നത് P ഓഫ് A ഗിവൺ E1 കണ്ടുപിടിക്കുന്നത്. ഇത് കണ്ടുപിടിക്കണം. ഇതും കണ്ടുപിടിക്കണം. P ഓഫ് A ഗിവൺ E1 അതാണ് ഇവിടുത്തെ മെയിൻ ഭാഗം. അതാണ് പിള്ളേർക്ക് മനസ്സിലാകാത്ത. A ഗിവൺ E1 എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ എന്താടാ? A എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പോർട്ട് 5 അല്ലേ? റിപ്പോർട്ട് 5 ആണെന്ന് റിപ്പോർട്ട് ചെയ്തു. E1 എന്താണ്? ആക്ച്വലി 5. നോക്കിക്കടാ, ഒരു ഡൈ എറിഞ്ഞിട്ട് പറയുവാണ് ശരിക്കും 5 വീണേ. അയാൾ പറയുവാണ് 5 വീണു.
ഒരു ഡൈ എറിഞ്ഞു, 5 വീണത്, അയാൾ പറഞ്ഞതും 5. സത്യമാണോ കള്ളമാണോ? ഇട്ടപ്പോൾ വീണത് 5, അയാൾ പറഞ്ഞതും 5. സത്യമാണ് അയാൾ പറഞ്ഞത് സത്യം മാത്രം അല്ലേ? സത്യം പറയാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? തുടക്കം എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 4/5 അല്ലേ? അപ്പോൾ P of A given E1 എന്ന് പറഞ്ഞാൽ 4/5. ഇനി പേന താഴത്ത് പോയാൽ പേടിക്കണ്ട. അടുത്തത് P of A2, A given E2. എ എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പോർട്ട്സ് 5 given E2 എന്ന് പറഞ്ഞാൽ E2 എന്താടാ? നോട്ട് ആക്ച്വലി 5 എന്ന് പറഞ്ഞാൽ എന്താടാ? 5 അല്ല 5 വീണില്ലേ, പക്ഷെ അയാൾ പറഞ്ഞത് 5 വീണില്ല കേട്ടോ. ഇട്ടപ്പോൾ വേറെ എന്തോ വീണത്, പക്ഷെ അയാൾ പറഞ്ഞത് 5. വീണത് 5 പക്ഷെ അയാൾ പറഞ്ഞ 5. അപ്പം എന്താണ്? കള്ളമാണോ സത്യമാണോ? പച്ചക്കള്ളമല്ല. അയാൾ പറഞ്ഞ് 5 വീണിട്ട് അയാൾ 5 വീണത്, പക്ഷെ അയാൾ പറഞ്ഞത് എന്താണ്? 5 വീണതെന്ന്. കള്ളമാണ് അയാൾ പറഞ്ഞത്. കള്ളം പറയാനുള്ള പ്രോബിലിറ്റി ഇവിടെ എത്രയാടാ? 1/5. ഇതാണ് പകുതി പേർക്ക് മനസ്സിലാകാത്ത കാര്യം. എന്തുകൊണ്ട് ഇത് 1/5 വന്നു, എന്തുകൊണ്ട് ഇത് 4/5 വന്നു? നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചാൽ ഏറ്റവും രസമുള്ളതാണ് ഈ ബേസ് തിയറം. ഓക്കെ, എല്ലാം കിട്ടി അങ്ങ് ഇട്ട് കൊടുക്കുക മക്കളെ. സിമ്പിൾ പരിപാടി. സോ P of E1 എന്ന് പറയുമ്പോൾ 1/6 ഇൻറ്റു P of A given E1 4/5 divided by 1/6 into 4/5 plus P of E2 5/6 1/5. സോ ഇത് ന്യൂമറേറ്ററും ഇൻറ്റു ചെയ്യുമ്പോൾ 4/5 × 6 30. ഇത് 4/30, ഇത് 5/30. സോ എത്ര കിട്ടും? 4/30 ബൈ 5 4 9/30. സോ ആൻസർ 4/9. ദിസ് ഈസ് എ ഫൈനൽ ആൻസർ. യെസ്, ഞാൻ ആൻസർ കീ ലാസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആൻസർ. ഞാനിത് നോക്കിയിട്ടൊന്നും ഇല്ല, ഇത് പണ്ടെന്തോ നോക്കിയതാണ്. പക്ഷെ ഇത് കിട്ടുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ മക്കളെ, അതാണ്. എവിടെയെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ ആൻസർ കീ കൊണ്ട് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ലൈവ് ആണെങ്കിൽ നിങ്ങൾ തന്നെ പറയും. ലൈവ് അല്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലും ചെറിയൊരു മൈനസോ പ്ലസോ വന്നിട്ടുണ്ടെങ്കിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ലാസ്റ്റ് ആൻസർ കീ നോക്കി കറക്റ്റ് ആ ഉത്തരം. അത് കിട്ടുമ്പോൾ ഒരു സന്തോഷം വരും. പക്ക കറക്റ്റ് 4/9 കിട്ടി. ഇതാണ് ബേസ് തിയറം. മനസ്സിലായല്ലോ? റിപ്പീറ്റായിട്ട് കണ്ട് പഠിക്കുക മക്കളെ. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. നല്ല കിടിലം മാർക്ക് തന്നെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുവാണ്. സോ സെക്കൻഡ് പാർട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മക്കളെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം മക്കളെ. അപ്പോൾ നെക്സ്റ്റ് പാർട്ട്, ഫൈനൽ പാർട്ട് നമ്മുടെ essay ക്വസ്റ്റ്യൻ ആണ്. അതുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ടിൽ ദെൻ ബൈ ബൈ.